അവിടുന്ന് തലചായ്ച്ച് ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കും. യഥാർത്ഥത്തിൽ ആ കുരിശിലേക്ക് നമുക്കൊന്ന് ഹൃദയം കൊണ്ട് നോക്കാം. എല്ലാവർക്കും ജീവൻ കൊടുത്ത ജീവന്റെ അതിനാഥൻ ഇതാ കുരിശിൽ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് നിശ്ചലനായിരിക്കുന്നു. അവർക്ക് ജീവനേകാൻ, ജീവൻ സമൃദ്ധമായി നൽകാൻ ഞാൻ വന്നിരിക്കുന്നു എന്നാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 10:10 പറഞ്ഞിട്ടുള്ളത്. ദേഹമാസകലം മുറിവുകളേറ്റ് രക്തത്താൽ കുളിച്ച് കിടക്കും. യഥാർത്ഥത്തിൽ കാൽവരിയിലെ ആ കുരിശിലെ രംഗം നാം മനസ്സിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിലേക്ക് വരേണ്ടത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 14 മുതലുള്ള വചനങ്ങളാണ്. അവനെ കണ്ടവർ അമ്പരന്നുപോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു. എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നുപോയ ക്രിസ്തുവാണ് ഇതാ വിരൂപനായി കാൽവരിയിലെ ആ മരക്കുരിശിൽ കിടക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നാം കാണുന്നത് ഇതാണ്: നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. കാൽവരിയിലെ കുരിശിൽ ക്രിസ്തു മുറിവേറ്റപ്പെട്ടതും ചോര ചിന്തിയതും നമുക്ക് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന, ഹൃദയത്തിൽ നിന്നുയരുന്ന ഗാനം ഇതായിരിക്കണം: അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. ഒരുപക്ഷേ ഗായക സംഘത്തോടൊപ്പം നമുക്കൊരുമിച്ച് ഒന്ന് ഏറ്റുപാടാം: അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. ഒന്ന് ആലപിക്കാം. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. നമുക്കൊന്ന് ഒരുമിച്ച് ഏറ്റുപാടാം. കണ്ണുകളടച്ച് കർത്താവിനോടുള്ളൊരു പ്രാർത്ഥനയായി, ഹൃദയത്തിൽ നിന്നുയരുന്ന ഒരു അപേക്ഷയായി ഒരുമിച്ച് ആലപിക്കാം ഈ 2 വരി മാത്രം. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ വേദനകളും നൊമ്പങ്ങളും നൊമ്പരങ്ങളും സഹനങ്ങളും സങ്കടങ്ങളുമായിരുന്നു. നമ്മുടെ ആ വേദനകളെല്ലാം ആ കുരിശിലേക്ക്, ആ മുറിവുകളിലേക്ക് നൽകുമ്പോൾ അവൻ നമുക്ക് സൗഖ്യം നൽകും, ആശ്വാസം നൽകും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ കണ്ണൂർ തന്നെയുള്ള ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ മരണപ്പെട്ടു. ആ മനുഷ്യൻ ഏകദേശം 1 വർഷത്തിന് മുമ്പ് കാലിൻ്റെ മുട്ടിന് താഴെ ഡയബറ്റിക്സ് കൂടി മുറിച്ചു കളഞ്ഞ ഒരു മനുഷ്യനാണ്. കുറേ നാളുകളായി ആഴ്ചയിൽ മിനിമം 3 പ്രാവശ്യം ഡയാലിസിസിന് പോകുമായിരുന്നു. ഒരു വാടക വീട്ടിലാണ്. മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4-5 മാസങ്ങൾക്കുള്ളിൽ
ഭർത്താവ് എന്തോ കാരണം പറഞ്ഞ് പിരിഞ്ഞ് ആ മകൾ തിരികെ വീട്ടിലേക്ക് വന്നു. പക്ഷേ അവളുടെ നന്മ വീണ്ടും കണ്ടിട്ടായിരിക്കണം ആ മനുഷ്യൻ ഈ മകളെ വീണ്ടും സ്വീകരിക്കാൻ ഇവിടെ എത്തി. കുറച്ച് നാൾ ഗൾഫിലൊക്കെ ആയിരുന്നു ആ മനുഷ്യൻ. അങ്ങനെ തിരിച്ചു വന്ന് ഈ മകളെ വീണ്ടും സ്വീകരിച്ചിട്ട് 1 മാസത്തിന് ശേഷം എന്തോ ചെറിയ പ്രയാസം കൊണ്ട് ആ മകളെ ആശുപത്രിയിൽ ചികിത്സിക്കാൻ കൊണ്ടുവന്നപ്പോൾ മനസ്സിലായി വയറ്റിൽ വലിയൊരു മുഴയുണ്ടെന്നും അത് ക്യാൻസറാണ്. അങ്ങനെ 2 സർജറി എമർജൻസിയായി നടത്തി. സാമ്പത്തിക ക്ലേശങ്ങൾ കൂടുതലായി. അങ്ങനെയുള്ള അവസരത്തിലാണ് ആ കുടുംബനാഥ ഇങ്ങനെ സ്റ്റെപ്പിൽ നിന്നും പെട്ടെന്ന് കാലൊന്ന് വഴുതി വീണ് കാല് ഒടിഞ്ഞത്. സമയത്ത് ആശുപത്രിയിൽ പോകാൻ സാമ്പത്തികമായ പ്രയാസങ്ങളുള്ളതുകൊണ്ട് ഉടനെ ചികിത്സ കിട്ടിയില്ല. ആ കാലിലെ ഒടിവ് കൂടുതൽ പ്രയാസമായി. പിന്നീട് ആശുപത്രിയിൽ പ്ലാസ്റ്റർ ഇട്ട്, എന്നാൽ ഇപ്പോഴും അത് ഇങ്ങനെ വേച്ച് നടക്കുകയാണ്. അതിനിടയ്ക്കാണ് ആ കുടുംബനാഥൻ്റെ സഹോദരനും ഡയബറ്റിക് കൂടി കാൽ മുറിക്കേണ്ടി വന്നത്. ആ മനുഷ്യനാണ്, കുടുംബനാഥനാണ് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടത്. യഥാർത്ഥത്തിൽ 365 ദിവസവും കുരിശുമായി കഴിയുന്ന കുടുംബം. കാൽവരിയിലെ കുരിശിലെ ക്രിസ്തുവിൻ്റെ മുറിവുകളല്ലാതെ ആരാണ് ആ കുടുംബത്തിന് സൗഖ്യവും ആശ്വാസവും കൊടുക്കാനാകുക? കഴിഞ്ഞ 28 വർഷമായി ഒരു വശം തളർന്ന് കിടക്കുന്ന ഒരു മനുഷ്യനെ എനിക്കറിയാം. 28 വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് അസീസി കത്തീഡ്രലിൽ പെസഹ ആചരണം കഴിഞ്ഞ് തിരികെ ഭവനത്തിൽ വന്ന് ടോയ്ലറ്റിലൊന്ന് പോയി ഇങ്ങോട്ട് മുറിയിലേക്ക് വന്നപ്പോൾ തലകറങ്ങി ഒന്ന് വീണു. അന്നു മുതൽ ഈ മനുഷ്യൻ കട്ടിലിൽ ഒരേ കിടപ്പിലാണ്. ഭാര്യ അനുദിനം ആ മനുഷ്യൻ്റെ കരുതലിലും ശ്രദ്ധയിലുമെല്ലാമാണ്. ആരാണെന്നറിയാമോ ഈ മനുഷ്യൻ? പ്രൊഫസർ KS റെക്സ്. അദ്ദേഹത്തിൻ്റെ ഞായറാഴ്ച കവിതകൾ എന്നതിൻ്റെ 5ാം ഭാഗത്തിന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് KCBC മാധ്യമ അവാർഡ് ലഭിച്ചതാണ്. 1991 ഐഷീകം എന്ന കവിതാ സമാഹാരത്തിന് ചങ്ങമ്പുഴ അവാർഡ് ലഭിച്ചതാണ്. തീർത്ഥം എന്ന കവിതാ സമാഹാരത്തിന് ക്രൈസ്തവ സാഹിത്യ അവാർഡ് ലഭിച്ചത് 1992 ഞായറാഴ്ച കവിതകളുടെ 3ാം ഭാഗത്തിന് KRLCBC അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2010 കേരള കവി സമാജത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനകൾക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രൊഫസർ റെക്സാണ് 28 വർഷമായി നിശ്ചലമായി കിടക്കുന്നത്. 365 ദിവസം 28 വർഷമായി കുരിശുകൾ പേറി കഴിയുന്ന ഒരു കുടുംബം. ഒരിക്കൽ കൂടെ ആ ഈരടി ആവർത്തിക്കാം. ഒരിക്കൽ കൂടെ എല്ലാവരും ഒരുമിച്ച് ഹിറ്റ്ലറിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ
ഒരു വൈദികൻ തനിക്കുണ്ടായ ആ സഹനങ്ങളും നൊമ്പരങ്ങളും പീഡനങ്ങളുമൊക്കെ രാത്രിയിൽ രഹസ്യമായി ഒരു ഡയറിയിൽ കുറിച്ചു വയ്ക്കുമായിരുന്നു. അങ്ങനെ നിരന്തര സഹനങ്ങൾ വളരെയേറെ നിരാശയോടുകൂടെ ആ മനുഷ്യൻ നിത്യവും മറക്കാതെ കുറിച്ചു വയ്ക്കും. ഒരു ദിവസം അയാൾ ആ ഡയറി എഴുത്ത് നിർത്തി. ആ അവസാനത്തെ ഡയറി കുറിപ്പ് ഇപ്രകാരമായിരുന്നു: ഇന്നലെ എനിക്കൊരു ദർശനമുണ്ടായി. ദർശനത്തിൽ ക്രിസ്തുവിൻ്റെ മുറിവുകളുടെ ആഴം ഞാൻ കണ്ടു. പിന്നെ എൻ്റെ മുറിവുകൾ എന്നെ കരയിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ മുറിവുകൾ, പ്രിയമുള്ളവരെ, നമുക്ക് സൗഖ്യവും കരുത്തും പകരണം. മത്തായിയുടെ സുവിശേഷം 11:28 അവിടുന്ന് നമ്മോട് പറയുന്നത്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും, ആരെയും അവിടുന്ന് ഒഴിവാക്കുന്നില്ല, എല്ലാവരും എൻ്റെ അടുത്ത് വരുവിൻ, നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം. ഈ ആശ്വാസത്തിൻ്റെ സ്രോതസ്സാണ് ക്രിസ്തുവിൻ്റെ കുരിശ്. മലയാളത്തിൻ്റെ അനുഗ്രഹീതനായ കവി ജി ശങ്കരക്കുറുപ്പ് പാടിയിട്ടുള്ള പ്രകാരമാണ്: ജീവിതം എനിക്കൊരു തീച്ചൂളയായിരുന്നപ്പോൾ ഭൂവിനാ വെളിച്ചത്തിൻ വെണ്മ ഞാനേകി എന്ന്. ജീവിതം ഇങ്ങനെ നെരിപ്പോട് പോലെ നീറുന്ന, നൊമ്പരപ്പെടുന്ന, അസ്വസ്ഥതപ്പെടുന്ന വേളകളിലും ഭൂവിനാ വെളിച്ചത്തിൻ വെണ്മ ഞാനേകി എന്ന് പറയാനാകുമോ? ക്രിസ്തുവിൻ്റെ കാൽവരി കുരിശ് നമുക്ക് മുൻപിൽ നൽകുന്ന വെല്ലുവിളി അതാണ്. തീച്ചൂളയായി ജീവിതം അനുഭവിക്കുമ്പോൾ ഭൂവിനാ വെളിച്ചത്തിൻ വെണ്മ ഞാനേകി. നമുക്കിന്ന് ഈ കുരിശിൻ്റെ വഴി ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിൽ ഇങ്ങനെ ആവർത്തിക്കുന്ന ഗാനശകലം ഇത് തന്നെയാകട്ടെ: അങ്ങേ മുറിവുകളിൽ എന്നെ മറക്കേണമേ. ആ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം എനിക്ക് സൗഖ്യവും ശാന്തിയും ശക്തിയും പകരട്ടെ. ആ നൊമ്പരങ്ങളുടെ ആഴം ഞാൻ തിരിച്ചറിയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും സഹനങ്ങളുമെല്ലാം മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ വരമേകണമേ. നമുക്കൊന്നുകൂടെ ആവർത്തിച്ചുകൊണ്ട് ഈ വിചിന്തനം നമുക്ക് തുടരാം. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. ഒരിക്കൽ കൂടെ: അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. കാൽവരിയിൽ ഞങ്ങൾക്കായി സ്വയം ബലിയായി സമർപ്പിച്ച ഈശോയെ, അങ്ങേ മുറിവുകളിൽ ഞങ്ങളെയും മറക്കേണമേ, ഞങ്ങളെയും ഇരുത്തേണമേ. അങ്ങേ തിരുഹൃദയത്തിൻ്റെ സ്നേഹം ഞങ്ങൾക്കും പകർന്നു തരയണമേ. ആ സ്നേഹം വഴി ഞങ്ങളുടെ മുറിവുകളും സങ്കടങ്ങളും സഹനങ്ങളും സൗഖ്യമാക്കുകയും അത് ശക്തിയാക്കി മാറ്റുകയും മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, കാൽവരി മലമുകളിൽ കുരിശിനോട് ചേർന്ന് നിന്ന അമ്മേ, സങ്കടങ്ങളുടെയും സഹനങ്ങളുടെയും ആ കൊടുമുടിയിലും പ്രത്യാശ
ഹൃദയത്തിൽ സൂക്ഷിച്ചമ്മേ, ഞങ്ങൾക്കും എന്നും ജീവിതത്തിൽ പ്രതീക്ഷ നൽകണമേ. അങ്ങയെപ്പോലെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ട കരുത്തും കൃപയും ഞങ്ങൾക്കും പകർന്നു തരണം.